ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് റെയിൽവേ ആണ്. റെയിൽവേയും തീവണ്ടിയും പലപ്പോഴായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇനിയും എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. കാരണം പിന്നെ മറ്റൊരു ഭാഷയിലെ ഹിന്ദി തന്നെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ന്യൂഡൽഹിയിലോ അതല്ലെങ്കിൽ മുംബൈയിലോ ഗോവയിലോ മറ്റേത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ പോവുകയാണെങ്കിൽ ഹിന്ദി അനിവാര്യമാണ്. അപ്പോൾ കുറച്ച് വാക്കുകൾ പഠിക്കാം നമുക്ക്. തീവണ്ടിക്ക് ഘാടി എന്നാണ് പറയാം. ട്രെയിൻ എന്ന ഇംഗ്ലീഷ് വേർഡാണ് സാധാരണ ഉപയോഗിക്കുക. ട്രെയിൻ കോൺസ പ്ലാറ്റ്ഫോമേ ആയേഗി, ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക? ആയേഗി എന്നാണ് പറയുക. ആയേഗ എന്നത് പുല്ലിംഗ വേർഡാണ്, ആയേഗി എന്നത് സ്ത്രീലിംഗ വേർഡാണ്. അപ്പോൾ അത് സ്ത്രീലിംഗ വേർഡായിട്ടാണ് ട്രെയിൻ എന്ന ഘാടിയെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കോൺസ പ്ലാറ്റ്ഫോം ഇംഗ്ലീഷ് വേർഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. പ്ലാറ്റ്ഫോം നമ്പർ അതായത് വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നമ്പർ അങ്ങനെ പഠിക്കാം. അതേപോലെ ടിക്കറ്റ്, ആപ്ക ടിക്കറ്റ് ദിഖായിയെ, അവിടെ വെച്ചുകൊണ്ട് ചിലപ്പോൾ ചെക്ക് ഇൻസ്പെക്ടർമാർ അതല്ലെങ്കിൽ TTR ചോദിക്കും ടിക്കറ്റ് ദിഖായിയെ, നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് കാണിച്ചു തരൂ. ടിക്കറ്റ് ആപ് കഹാൻ ജാ രഹേ ഹേ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? മേ മുംബൈ ജാ രഹാ ഹൂം. ലേഡീസ് പറയുമ്പോൾ മേ മുംബൈ ജാ രഹീ ഹൂം, ഞാൻ മുംബൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ, മുझे ടിക്കറ്റ് ലേനാ ഹെ, ടിക്കറ്റ് എടുക്കുക. മുझे യഹാൻ സെ ടിക്കറ്റ് ലേനാ ഹെ, ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ടിക്കറ്റ്. അപ്പോൾ മറ്റൊന്ന്, അവിടെ ഇൻഫർമേഷൻ കൗണ്ടറിൽ ചെന്നോട് നിങ്ങൾ ചോദിക്കാം, ആജ് ഹമാര ട്രെയിൻ ഓൺ ടൈം ഹേ സർ. ഹമാര ടൈം ഓൺ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ടൈം, ഇംഗ്ലീഷ് വേർഡ് തന്നെയാണല്ലോ. തഹീർ ഹോ ജായക, തഹീർ ഡിലേക്ക് തഹീർ എന്ന് പറയും. ക്യാ തഹീർ ഹേ ആജ് കി ട്രെയിൻ? തഹീർ ഹേ, ആജ് കി ട്രെയിൻ തഹീർ ഹേ സർ. ഞങ്ങളുടെ വണ്ടി ഇന്ന് നേരം വൈകിട്ടുണ്ടോ, ഡിലേ ആണോ? ജി ഏക് ഘണ്ട തഹീർ ഹേ, ഏക് ഘണ്ട ഡിലേ ഹേ, 1 മണിക്കൂർ ഡിലേ ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് അവിടുത്തെ? കബ് പൗഞ്ചേഗ, ഈ വണ്ടി എത്താന്ന് ചോദിക്കും, കബ് പൗഞ്ചേഗി എന്ന് ചോദിക്കണം. നമ്മുടെ ട്രെയിന് കബ് പൗഞ്ചേഗി, കോൺസെ പ്ലാറ്റ്ഫോമേ പൗഞ്ചേഗി, ഏത് പ്ലാറ്റ്ഫോമിലെത്തും, എപ്പോഴാണ് എത്തുക എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ സീറ്റ് നമ്പർ, हमारा सीट नंबर, सीटिന് സീറ്റ് എന്ന് ഇംഗ്ലീഷ് വേർഡ് തന്നെ സാധാരണ ഉപയോഗിക്കുള്ളൂ. സീറ്റ് നമ്പർ चाहिए मुझे. ഓക്കെ, ബേസ് നമ്പർ. റിസർവേഷൻ ഹേ, റിസർവേഷൻ ഹോ ചുക്കാ ഹേ, റിസർവേഷൻ കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹോ ചുക്കാ ഹേ, ചെയ്ത് കഴിഞ്ഞു. ഹോ ഗയ എന്ന് പറയുന്നതിലെ പൂർണ്ണമായും കഴിഞ്ഞ അർത്ഥത്തിലാണ് ഹോ ചുക്ക എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പോൾ വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഖാനെ കെ ലിയെ ആദ്മി ആത്തേന, आपका पास क्या क्या खाना हुआ है? खाने के लिए, ലഞ്ച് के लिए आपके पास क्या खाना है? ഫുഡിന്, ഉച്ചയൂണിന് നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണുള്ളത്? അപ്പോൾ ഒരു ചാവൽ ഹേ, റൊട്ടി മിലേഗി, റൊട്ടി കിട്ടുമോ? ഓ സാലൻ, മച്ചി സാലൻ മിലേഗി എന്നൊക്കെ ചോദിക്കാം. മച്ചി സാലൻ, ഇങ്ങനെ കുറേ വാക്കുണ്ട്. ഇതൊന്നും 1-2 വാക്കുകൾ നിൽക്കൂല. മാത്രമല്ല ലിറ്ററേച്ചർ ഹിന്ദി പോലെ അല്ല, സംസാര ഭാഷയിലുണ്ടാകുക. അത് ജനങ്ങളെ അടിച്ചു വിട്ട് പോകലാണ്. इस तरह आत्मियों के साथ बात करके आपको आगे बढ़ जाना है, तो आइए हमारे साथ जुड़ लीजिए. आपका धन्यवाद, बहुत शुक्रिया.